CE 1721 ഏപ്രിൽ 15 ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന പ്രദേശത്തെ പ്രകൃതി മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഒരു ഗ്രാമം. ആളുകൾ സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരു ഗ്രാമം. വളരെ നിശബ്ദമായി ആളുകൾ സഞ്ചരിച്ചിരുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ 1721 ഏപ്രിൽ 15 ഒറ്റ ദിവസം കൊണ്ട് ക്യാപ്റ്റൻ ഗീഫോർഡ് ഉൾപ്പെടെ 113 ബ്രിട്ടീഷ് സൈനികർ വധിക്കപ്പെട്ടു. ആരായിരുന്നു ഈ പോരാട്ടത്തിന്റെ പിറകിൽ? അവരാണ് എട്ടുവീട്ടിൽ പിള്ളമാർ, വേണാട്ടിലെ 8 പ്രമുഖ നായർ തറവാട്ടിലെ കാരണവന്മാർ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഞെട്ടിച്ചവർ, സ്വന്തം നാടിനു വേണ്ടി പോരാടിയവർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടുവീട്ടിൽ പിള്ളമാരെ കുറിച്ചാണ്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 1680 വേണാട്. ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയുടെ സമ്പത്തെ കൊള്ളയടിക്കാൻ ശ്രമിച്ചിരുന്ന കാലം. ബ്രിട്ടീഷുകാർ വ്യാപാരവും വ്യവസായവും നിയന്ത്രിക്കാൻ ആദ്യം എത്തിയപ്പോൾ വേരുകൾ ഉറപ്പാക്കിയവരാണ് നായർ സേനയും എട്ടുവീട്ടിൽ പിള്ളമാരും. രാമനാമ മഠത്തിൽ പിള്ള, മാർത്താണ്ഡ മഠത്തിൽ പിള്ള, കുളത്തൂർ പിള്ള, കഴക്കൂട്ടത്ത് പിള്ള, ചെമ്പഴന്തി പിള്ള, പള്ളിച്ചൽ പിള്ള, കുടമൺ പിള്ള, വെങ്ങാനൂർ പിള്ള. ഈ 8 പിള്ളമാരും ഇവരാണ് വേണാടിന്റെ കരുത്തും അഭിമാനവും പ്രതിനിധീകരിച്ചിരുന്ന നേതാക്കൾ. 1684 അന്നത്തെ റാണിയായിരുന്ന അശ്വതി തിരുനാൾ ഉമയമ്മ ബ്രിട്ടീഷുകാർക്ക് ആറ്റിങ്ങലിനടുത്ത് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകി. പക്ഷേ വ്യാപാരം എന്ന വ്യാജനാമത്തിൽ ബ്രിട്ടീഷുകാർ കോട്ടക്കുള്ളിൽ ആയുധ ശേഖരണവും ആയുധ പരിശീലനവും ആരംഭിച്ചു. ക്യാപ്റ്റൻ ഗീഫോർഡ് ആയിരുന്നു സൈന്യത്തെ നിയന്ത്രിച്ചിരുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് വ്യാപാരികളെ പോലും അന്നത്തെ കാലത്ത് പതിയെ അവർ അധികാര കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കാൻ തുടങ്ങി. വ്യാപാരത്തിലൂടെയുള്ള വഞ്ചനയിലൂടെ ആ പ്രദേശത്തെ നിയന്ത്രിക്കാനും ശ്രമിച്ചു. ഇത്തരം സൈകെട്ട ഒരവസ്ഥയിൽ 1697 എട്ടുവീട്ടിൽ പിള്ളമാർ നായർ സേനയോടൊപ്പം അഞ്ചുതെങ്ങ് കോട്ട ആക്രമിച്ചു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. ബ്രിട്ടീഷുകാർ റാണിക്ക് കപ്പവും സമ്മാനങ്ങളും നൽകി അവരുടെ ശക്തിയെ മറച്ചു വെക്കാൻ ശ്രമിച്ചു. ഈ സമ്മാനം സ്വീകരിക്കുന്ന പതിവിനെ പിള്ളമാർ അന്നത്തെ കാലത്ത് എതിർത്തെങ്കിലും റാണി അത് നിരസിക്കുകയായിരുന്നു. റാണിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു നടപടി ബ്രിട്ടീഷുകാരെ കൂടുതൽ തന്ത്രപരമായ നീക്കത്തിലേക്ക് നയിച്ചു. അങ്ങനെ 1721 ഏപ്രിൽ 15 അന്നത്തെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ക്യാപ്റ്റൻ ഗീഫോർഡും 144 ബ്രിട്ടീഷ് സൈനികരും എട്ടുവീട്ടിൽ പിള്ളമാരെ വെല്ലുവിളിച്ചു. പ്രകോപിതരാക്കാൻ വേണ്ടിയാവണം അവർ റാണിക്ക് നേരിട്ട് സമ്മാനങ്ങൾ കൈമാറാനും ഒരു ശ്രമം ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരുപക്ഷെ എട്ടുവീട്ടിൽ പിള്ളമാർ കാത്തിരുന്നതും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. വളരെ നല്ല രീതിയിലുള്ള തന്ത്രവും ധൈര്യവും കൊണ്ട് എല്ലാ വിധത്തിലും എട്ടുവീട്ടിൽ പിള്ളമാർ എല്ലാം കൊണ്ടും ഒരു ആക്രമണത്തിന് സജ്ജമായി. എന്നാൽ സംഭവിച്ചതെന്തെന്നാൽ നായർ സേനയുടെ കടുത്ത ആക്രമണം കാരണം അന്നത്തെ ബ്രിട്ടീഷ് ക്യാപ്റ്റനായിരുന്ന ക്യാപ്റ്റൻ ഗീഫോർഡും 133 ബ്രിട്ടീഷ് സൈനികരും കൊല്ലപ്പെട്ടു, നിലംപരിശായി. ഇത് പിന്നീട് ആറ്റിങ്ങൽ കലാപത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഏടായി മാറുകയുണ്ടായി. ആറ്റിങ്ങലിലെ ഈ വിജയത്തിന് ശേഷം എട്ടുവീട്ടിൽ പിള്ളമാരും സൈനികരും അഞ്ചുതെങ്ങിലെ കോട്ട ആക്രമിച്ചു. ബ്രിട്ടീഷുകാരുടെ അഞ്ചുതെങ്ങിലുണ്ടായിരുന്ന ആരാധനാ കേന്ദ്രങ്ങളെയും പിള്ളമാർ ലക്ഷ്യമാക്കി. അങ്ങനെ വേണാടിന്റെ സകല മേഖലയിലും പിള്ളമാർ എല്ലാ രീതിയിലും ശക്തരായി. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. മാർത്താണ്ഡവർമ്മ അന്നത്തെ തിരുവിതാംകൂറിന്റെ രാജാവായി. അപ്പോഴും പിള്ളമാർക്ക് മുൻപുണ്ടായിരുന്ന അതേ സ്വാധീനം നിലനിർത്താൻ തിരുവിതാംകൂറിൽ സാധിച്ചു. പപ്പുതമ്പി, രാമൻ തമ്പി ഇവരെല്ലാം ചേർന്ന് മാർത്താണ്ഡവർമ്മയെ വധിക്കാൻ പദ്ധതി തയ്യാറാക്കി, ഗൂഢാലോചന നടത്തി. പക്ഷേ ഇത് മണത്തറിഞ്ഞ മാർത്താണ്ഡവർമ്മ മേൽപ്പറഞ്ഞ എല്ലാവരെയും പിടികൂടുകയും അവരുടെ ഭാര്യമാരെ നാട് കടത്തുകയും ചെയ്തു. വിചാരണയ്ക്ക് ശേഷം ഈ ഗൂഢാലോചനക്കാരെ മാർത്താണ്ഡവർമ്മ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ഇതോടെ
പിള്ളമാരുടെ ശക്തി അവസാനിച്ചു എന്ന് തന്നെ പറയാം. എട്ടുവീട്ടിൽ പിള്ളമാർ ധൈര്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും വീര രക്തസാക്ഷിത്വത്തിന്റെയും പ്രതീകമാണ്. 1721 ഒറ്റ ദിവസം കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ആകെ കുലുക്കിയ മറഞ്ഞുപോയ ഒരു മഹാചരിത്ര സംഭവമായി ഇപ്പോഴും ചരിത്രത്തിൽ നിലകൊള്ളുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി.